രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി എറണാകുളം തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ നാലമ്പല ദർശന ഉത്സവം ആരംഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ മുതൽ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഇനി കർക്കടക മാസം പൂർണ്ണമായും രാമമന്ത്രങ്ങളാൽ ക്ഷേത്രാങ്കണം മുഖരിതമാകും. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ നാലമ്പല ദർശന ഉത്സവം ആരംഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ മുതൽ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഇനി കർക്കിടക മാസം പൂർണ്ണമായും രാമമന്ത്രങ്ങളാൽ ക്ഷേത്രാങ്കണം മുഖരിതമാകും. ഈ നാലമ്പല ദർശനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം ഈ ഒരു 4 ക്ഷേത്രങ്ങളെ ദർശിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നുള്ളതാണ് ഒരു വിശ്വാസം. അത് ശ്രീരാമന് രാവിലെ ഉഷപൂജ, ഭരതന് പന്തിരടി, മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ഉച്ചപൂജ, പായമലി ശത്രുസ്വാമി ക്ഷേത്രത്തിൽ അത്താഴപൂജ, അങ്ങനെയാണ് ക്രമം വന്നിരിക്കുന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം, തുടർന്ന് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രത്തിൽ ഉഷപൂജ, മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ ഉച്ചപൂജ, പായമൽ ശത്രുഘ്നന ക്ഷേത്രത്തിൽ അത്താഴപൂജ എന്നിങ്ങനെ തൊഴുത് വീണ്ടും തൃപ്രയാറിൽ അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനക്രമം. മെയിനായിട്ട് ഒരു മനസ്സൊരു പീസ് അത് കണക്കാക്കിയിട്ടാണ് ഇങ്ങനൊരു യാത്രയ്ക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ശ്രീരാമനെ കണ്ടു, അത് കഴിഞ്ഞ് ഭരതനെ കണ്ടു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടെ എന്താ പറയാ, നമ്മളൊരു മലബാറിൽ ഒരു അമ്പലം കണ്ട ഒരു പ്രതീതി. ഭഗവാന്റെ വിഗ്രഹം പോലും സാധാരണത്തെ ഒരു ഒരുക്കല്ല ഭഗവാനുള്ളത്. അത് ഞാൻ എടുത്തു പറഞ്ഞു കൂടെ ഉള്ളവരോട്. അതായത് നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ. ഭരതന്റെ അവിടെ നമുക്ക് ആരോഗ്യത്തിന്റെയാണ്, രാമന്റെ നമ്മുടെ എല്ലാ നന്മകൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ദർശനം വളരെ സുഖകരമായിരുന്നു. പിന്നെ തിരക്കില്ലാതെ വരാൻ പറ്റി, ഞങ്ങൾക്ക് തൊഴാനും പറ്റി. ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ അധികം തിരക്കില്ലാതെ തന്നെ വേഗം തൊഴുതിറങ്ങാൻ പറ്റി. ഇപ്പോൾ തൃപ്രയാറും കൂടൽമാണിക്കും ഇപ്പോൾ ഇവിടെയും വന്നു. ഇനിയും പായമലും കൂടെ പോകാനുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത് എന്താണോ അത് നമുക്ക് നേടിത്തരും. ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. നാലമ്പല യാത്ര ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു മോക്ഷപ്രാപ്തി എന്നുള്ളതും കൂടെ ഉണ്ട്. കർക്കിടക മാസത്തിലെ എല്ലാ കൊല്ലവും ഈ നാലമ്പല യാത്ര ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായി ഈ ഒരു കാലഘട്ടത്തിൽ ഭക്തി ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബേസിൽ ഞാനും ദർശനത്തിനായിട്ട് ആദ്യമായിട്ട് വരിക. മൂഴിക്കുളത്തെ ഭക്തർക്ക് മഴയും വെയിലും ഏൽക്കാതെ സുഗമമായി ദർശനം നടത്താൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയുമാണ് ദർശന സമയം. അവധി ദിവസങ്ങളിൽ രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും വൈകിട്ട് 4:30 മുതൽ രാത്രി 9 വരെയും ദർശനത്തിന് സൗകര്യമുണ്ടാകും. മുൻവർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ വർഷം പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള സൗകര്യങ്ങളാണ് ഈ പ്രാവശ്യം നൽകിയിട്ടുള്ളത്. ഒരു മെഡിക്കൽ ക്യാമ്പ്, ഒരു പ്രാഥമിക ശുശ്രൂഷ കേന്ദ്രം മിനിസ്റ്റർ ലെവൽ ഇടപെട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ പ്രാവശ്യം ശുചിത്വത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വർഷത്തെ നാലമ്പല ദർശനത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ഒറ്റയപ്പം, ഉണ്ണിയപ്പം, അരവണ, അവിൽ, തട്ടുനിവേദ്യം, എള്ളുതിരി, ചരട് ജപം, പാൽപ്പായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. കൂടാതെ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ദൂരദർശൻ ന്യൂസ്, എറണാകുളം.